ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ഈ പ്രോഗ്രാം കാണുന്ന ഓരോ സഹോദരി സഹോദരന്മാർ, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്, കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വയായി ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നമ്മൾ 9 കാര്യങ്ങൾ സംസാരിച്ചു. ഒന്നാമത്തെ കാര്യം, അതേ മറ്റുള്ളവരെ നമ്മുടെ വാക്കുകൾ, ശബ്ദങ്ങൾ പുറപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് ലാവണ്യമുള്ള, മറ്റുള്ളവരെ തകർച്ചയിൽ നിന്നും പിടിച്ചു കയറ്റുവാനുള്ള ലാവണ്യമുള്ള വാക്കുകൾ സംസാരിക്കണം. തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ശബ്ദം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടണം. 2, ദുശ്ചിന്തയെപ്പറ്റി നമ്മൾ പ്രസംഗിച്ചു. മറ്റുള്ളവരെ നമ്മുടെ സംശയ വിചാരങ്ങളാൽ അവരെ വിധിക്കാതെ നമ്മളിൽ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ സാധിക്കണം. 3, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ അവൻ മരണത്തിൽ വസിക്കുന്നു, അവൻ കുലപാതകനാണ്, അവൻ കള്ളനാണെന്ന് നമ്മൾ ആ വിഷയത്തെ പഠിച്ചു. 4, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്നുള്ള ക്രിസ്തു പഠിപ്പിച്ച സന്ദേശം യേശു തൻ്റെ യാഗമർപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിച്ചു. യേശു ഈ ലോകത്തിനായിരിക്കുമ്പോൾ തന്നെ സ്നേഹമായിരുന്നു. അനേകർക്ക് സ്നേഹം അവിടുന്ന് നൽകുവാനിട വന്നു. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്ത് നൽകിക്കൊണ്ട് അവിടുന്ന് സ്നേഹം പ്രകടിപ്പിച്ചു. 5ാമത്തെ പോയിൻ്റ് നമ്മൾ പഠിച്ചത്, അതേ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കാത്തിരിക്കുവാൻ വേണ്ടി അനേക വിഷയങ്ങൾ നമ്മൾ പഠിച്ചു. 6ാമത്തെ വിഷയം നമ്മൾ പ്രാർത്ഥന. വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ പ്രാർത്ഥനയെ വളരെ വളരെ ജാഗ്രതയോട് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കേണ്ടവരാണ്. 7ാമത്തെ കാര്യം, നമ്മുടെ നടപ്പിനെ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കാതെയും യഹോവയെ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ. ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ നമ്മൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരമായി നടക്കുന്നവരായി മാറണം. നമ്മൾ 7ാമത്തെ കാര്യം പഠിച്ചത് വഴിയെ പറ്റിയാണ്. 8ാമത്തത് കണ്ണിനെ പറ്റി നമ്മൾ പഠിച്ചു. നീ ഒരു സ്ത്രീയെ ആസക്തിയോടെ നോക്കിയാൽ, മോഹത്തോടെ നോക്കിയാൽ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ ഉളവാക്കും. നീ ഒരു സ്ത്രീയെ ആസക്തിയോടെ നോക്കിയാൽ നീ പാപം ചെയ്യുന്നു എന്ന് വേദപുസ്തകം നമ്മളെ അറിയിച്ചു. നമ്മൾ അതേ 8ാമത്തെ കാര്യം കണ്ണിനെ പറ്റിയാണ്. 9ാമത്തെ ഒരു വലിയ പാക്കേജാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ജഡത്തിൻ്റെ പ്രവൃത്തികളെ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആവിചാരം, പക, പിണക്കം, ജാരഘോഷം, ക്രോധം, ശാഠ്യം, ദന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ വെളിവാക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ 3-4 വിഷയങ്ങൾ എടുത്തു. ദുർനടപ്പ്, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി വിട്ടു നടക്കുന്ന ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന. ഈ 4 വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് എടുക്കുവാനിട വന്നു. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, കർത്താവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് ഇടപെടണം.
ആ വചനത്തിന് വിരീതമായി പൊങ്ങുന്ന എല്ലാ പാതാള ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അന്ധകാര ശക്തികൾ തകരട്ടെ. ഇത് കേൾക്കുമ്പോൾ ഓരോ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. കുടുംബത്തിൻ്റെ ദാരിദ്ര്യ അവസ്ഥകൾ മാറട്ടെ. കുടുംബത്തിൻ്റെ ഞെരുക്കങ്ങൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. എല്ലാ ഭവന മണ്ഡലങ്ങളിലുള്ള വാഴ്ചയുടെ അധികാര വ്യാപാര ശക്തികൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് യു കമാൻഡിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹൽബ റോക്കോ നാദ റിയ. കർത്താവേ, വചനവുമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പാക്കേജാണ് 9ാമത്തെ ഉള്ളത്. ഈ പാക്കേജ് നമ്മൾ അനുസരിച്ചാൽ മാത്രമേ അത് വചനത്തിൽ കീഴ്പ്പെടുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യഹോവയുടെ മഹത്വത്തെ വെളിപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. റാംബോ ഷെക്കലിറിയാദിയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക. വിഗ്രഹാരാധനയെപ്പറ്റി നമ്മൾ പറഞ്ഞു. യേശുവിനധികമായി നമ്മൾ എന്തെല്ലാം സ്നേഹിക്കുന്നുവോ, യേശുവിനധികമായി നമ്മൾ ഈ ലോകത്ത് എന്തെല്ലാം 1ാം സ്ഥാനത്തെ കാണുന്നുവോ, അത് മക്കളായിക്കൊള്ളട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, പിതാക്കളായിക്കോട്ടെ, സഹോദരിമാരാകട്ടെ, ഭാര്യയാകട്ടെ, അതല്ല ബിസിനസ്സാകട്ടെ, ഏത് മേഖലയായിക്കോട്ടെ, യേശുവിൽ ഒന്നാമതായി യേശുവിൻ്റെ ജീവിതത്തിൽ നീ 1ാം സ്ഥാനം കൊടുക്കാതെ ഇതെല്ലാം 1ാം സ്ഥാനം നീ ജീവിതത്തിൽ കൊടുക്കുന്ന വ്യക്തിയാണോ, അത് വിഗ്രഹ ആരാധനയാണ്. അതിൽ നിന്ന് വേർതിരിയുവാൻ, വിട്ടുനിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഇതിനെയൊന്നും സ്നേഹിക്കേണ്ട, ഇതിനെയൊന്നും ആശ്രയിക്കേണ്ട എന്നല്ല. നിൻ്റെ ജീവിതത്തിൽ 1ാം സ്ഥാനം യേശു ക്രിസ്തുവിന് കൊടുത്താൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറും. നിൻ്റെ ആശ്രയം ദൈവത്തിനായിരിക്കണം. നിൻ്റെ സ്ഥാനം 1ാം സ്ഥാനം ക്രിസ്തുവിന് കൊടുത്താൽ നീ ജയാളിയായി മാറുവാൻ സാധിക്കും. ആഭിചാരം, പക, പിണക്കം, മറ്റുള്ളവരോട് പകയുണ്ടെങ്കിൽ അഭിഷേകം പ്രാപിക്കുവാൻ താല്പര്യപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരിമാരെ, അവരായി രമ്യതപ്പെടുവാൻ, അവരോട് ക്ഷമ ചോദിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. പക, പിണക്കം, ജാരഘോഷം, ക്രോധം, ശാഠ്യം, അത് ഞാൻ അവൻ്റെ മുന്നിൽ അത് ക്ഷമ ചോദിക്കുവാൻ പോകത്തില്ല, ഞാൻ അവന് വലിയവനാണെന്നുള്ള ചിന്താഭാരങ്ങൾ, അങ്ങനെയുള്ള ഭാരങ്ങളെ വിടുവാൻ, ശാഠ്യത്തെ ഉപേക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. റമോ ഷിഖലിറിയ സന്തരിയ. ഭിന്നത, അസൂയ, ജാരഘോഷം, ക്രോധം, ശാഠ്യം, ദന്തവശം, അവൻ വലിയവൻ ഞാൻ ചെറിയവനെന്നുള്ള ഭിന്നത കാണിക്കാതെ, ഭിന്നത, അത് അവൻ വലിയ ജാതിക്കാരൻ ഞാൻ ചെറിയ ജാതിക്കാരൻ, അവൻ മേൽജാതിക്കാരൻ, അങ്ങനെയുള്ള ഭിന്നത കാണിക്കാതെ എല്ലാവരും നമ്മളിൽ ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാൻ നമുക്ക് സാധിക്കണം. അസൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അസൂയ നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഒരിക്കലും നിനക്ക് ഭൗതികമായി ഉയരുവാൻ സാധിക്കത്തില്ല, ഭൗതികമായി വളരുവാൻ സാധിക്കത്തില്ല. അസൂയ എന്ന് പറഞ്ഞാൽ ഒരു ദുരാത്മാവാണ്. ഞാൻ പലവരോടും എൻ്റെ കുടുംബങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 10,000-2000 അംഗങ്ങളുള്ള കുടുംബങ്ങളാണ്. ഒരുപക്ഷെ അവരെല്ലാവരും എനിക്ക് ചെയ്താൽ, അത് സബ്സ്ക്രൈബ് ചെയ്താൽ ആവാവുന്നേ ഉള്ളൂ. പലപ്പോഴും പലരുടെ ജീവിതത്തിൽ അസൂയ കടന്നു വന്നാൽ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. അസൂയ ഒരു ദുരാത്മ മണ്ഡലമാണ്. വേദപുസ്തകത്തിൽ നോക്കിയാൽ ദാവീദിനെ അഭിഷേകം ചെയ്തു. ദാവീദ് അതേ ഗോലിയാത്തിനെ കൊന്ന് തകർത്ത വേളയിൽ അതേ ജനം വിളിച്ചു പറഞ്ഞു, ദാവീദ് 10,000 കൊന്നു, ശൗൽ 1000 കൊന്നു എന്ന് പറഞ്ഞപ്പോൾ ശൗലിൻ്റെ ഉള്ളിൽ ദുരാത്മാവ് കയറുവാനിട വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ,
നമ്മുടെ ജീവിതത്തിൽ അത് അസൂയ, മറ്റുള്ളവന് ഉയർച്ച വരുമ്പോൾ, മറ്റുള്ളവർക്ക് സന്തോഷം, ഒരു വാഹനം വാങ്ങുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ അസൂയ കടന്നു വന്നാൽ ഒരിക്കലും നിനക്ക് ഉയരുവാൻ സാധിക്കത്തില്ല. അത് വേദപുസ്തകത്തിൽ അനേക വിഷയങ്ങൾ നമുക്ക് തെളിയിക്കുവാൻ സാധിക്കും. അത് ശൗലിൻ്റെ ജീവിതത്തിൽ ശൗലിന് ദാവീദിന് അഭിഷേകം വന്നു. ശൗൽ അതുമാത്രമല്ല, ദാവീദ് ഗോലിയാത്തിനെ കൊന്നുകൊണ്ട് ജനം ആർപ്പ് വിളിച്ചു. 1 ശൗലിൻ്റെ പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ 18-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. 6 മുതൽ ദാവീദ് ഫലസ്തീനെ സംഹരിച്ച ശേഷം അവർ മടങ്ങിയപ്പോൾ ഇസ്രായേൽ പട്ടണങ്ങളിൽ നിന്നും സ്ത്രീകൾ പടയും നൃത്തം ചെയ്തുകൊണ്ട് തപ്പും തമ്പൂരവുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റ് ചെന്നു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗോത്രവിഘനമായി ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവന് അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ എന്ന്. ഇനി രാജാവല്ലാത്ത അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ ശൗൽ ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കണ്ണുകടിക്കുക, അസൂയപ്പെടുക. നീ അസൂയപ്പെടുന്ന വ്യക്തിയാണോ? മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അസൂയ വന്നാൽ നിൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വരും, നിനക്ക് ഉയരുവാൻ സാധിക്കത്തില്ല. അസൂയ ജീവിതത്തിൽ കടന്നു വന്നാൽ നിൻ്റെ രക്തബന്ധം ഉയരുമ്പോൾ, നിൻ്റെ കൂട്ടു സഹോദരൻ സമൃദ്ധിയിൽ കടന്നു വരുമ്പോൾ അവനോട് സ്നേഹിക്കുവാനും അവൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കുവാനും അസൂയപ്പെടാതെ അവനെ അനുഗ്രഹിക്കുന്നവനായി മാറണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ജോസഫിൻ്റെ ജീവിതത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം കാണുമ്പോൾ ജോസഫ് ഒരു ദർശനം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ ആ ജോസഫിനെ തകർത്ത് കളയുവാൻ തൻ്റെ സഹോദരന്മാർ പദ്ധതിയിട്ടു. എന്നാൽ ജോസഫിനെ തകർത്ത് കളയുവാനിരുന്ന സഹോദരന്മാരുടെ ജീവിതം നമുക്ക് നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ നമുക്ക് 42-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. അവർ ദാരിദ്ര്യത്തിലേക്ക് കടന്നുപോയ സഹോദരന്മാർ, ആരെല്ലാം ജോസഫിനെതിരെ അസൂയ പൂണ്ടോ, ജോസഫിനെ ഇല്ലാതാക്കുവാൻ നോക്കിയോ, തൻ്റെ വാക്തത്തെ തകർക്കുവാൻ ആരെല്ലാം പദ്ധതിയിട്ടോ, അവിടെ ജോസഫിന് ഒന്നും പറ്റുവാനിട വന്നില്ല. കാരണം ജോസഫ് ഭക്തനായ മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. അവൻ ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ജോസഫിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുവാനിട വന്നില്ല. ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരു ദർശനം മാത്രം കണ്ടതിൻ്റെ പേരിൽ ദർശനം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞത് മൂലം ജോസഫിനെതിരെ തൻ്റെ സഹോദരന്മാർക്ക് അസൂയ, കണ്ണുകടി ഉണ്ടാകുവാനിട വന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബ് തൻ്റെ പിതാവ് പരദേശമായി പാർത്തിരുന്ന ദേശമായ കാനാൻ ദേശത്ത് വസിച്ചു. യാക്കോബിൻ്റെ വംശപരമ്പരയായ എന്തെന്നാൽ യോസേഫിന് 17 വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരുടെ കൂടെ ആടുകളെ മേയ്പ്പാൻ കൊണ്ടു ഒരു ബാലനായി തൻ്റെ അപ്പൻ്റെ ഭാര്യയായ ബിൽഹയുടെയും ശില്പയുടെയും പുത്രന്മാരോട് കൂടെ ഇരുന്നു. അവരെക്കുറിച്ച് ശ്രുതി യോസഫ് അപ്പനോട് പറഞ്ഞു. യോസഫ് തൻ വാർദ്ധക്യത്തിലെ മകനായകൊണ്ട് ഇസ്രയേൽ എല്ലാ മക്കളെയും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. തൻ്റെ അപ്പൻ തൻ്റെ എല്ലാ സഹോദരന്മാരിലും തന്നെ അധികമായി സ്നേഹിച്ചതുകൊണ്ട് ഒന്നാമത് തൻ്റെ സഹോദരന്മാർക്ക് അസൂയ ഉണ്ടാകുവാനിട വന്നു. ഈ കാലഘട്ടത്തിലും അനേക ഭവനങ്ങളിലും ഈ ഒരു അസൂയയുണ്ട്. ഒരപ്പന് ഒരു മകൻ അധികമായി വാത്സല്യമുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രിയ വ്യക്തി ജീവിതമേ, അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ അസൂയ കടന്നു വരാതെ അവനും എന്നിൽ ശ്രേഷ്ഠനായ സഹോദരനാണെന്ന് നമുക്ക് എണ്ണുവാൻ സാധിക്കണം. അവനൊരു നീലങ്കി അവന് ഉണ്ടാക്കി വെച്ചു കൊടുത്ത് അപ്പൻ തങ്ങളുടെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല.
യോസെഫ് ഒരു സ്വപ്നം കണ്ട് അത് തൻ്റെ സഹോദരനോട് അറിയിച്ചുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നും നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്നും എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നം നിമിത്തം, അവൻ്റെ വാക്ക് നിമിത്തം അവനെ പിന്നെയും അധികം ദേഷിച്ചു. അവർ മറ്റൊരു സ്വപ്നം കണ്ടു തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു. ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവൻ അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അവൻ അപ്പനെ ശാസിച്ചു. നീ ഈ കണ്ട സ്വപ്നം എന്ത്? ഞാൻ നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കുവാൻ വരുമോ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ജോസഫിൻ്റെ ജീവിതത്തിൽ, അതേ വാക്തത്വമുള്ളവൻ്റെ ജീവിതത്തിൽ അവൻ ദർശനമുള്ളവനാണ്. ദർശനം ദൈവം നടത്തിയെങ്കിൽ, ദർശനം കാണിച്ചുവെങ്കിൽ അത് നിറവേറ്റുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ജോസഫിൻ്റെ ജീവിതത്തിൽ വാക്തത്വത്തെ, താൻ കണ്ട ദർശനത്തെ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് അസൂയ പൂണ്ട് ജോസഫിനെ ഒരു പൊട്ടക്കിണറ്റിലിട്ടുകൊണ്ട് തകർത്ത് കളയുവാൻ നോക്കി. എന്നാൽ മറ്റു സഹോദരന്മാർ, ഇവൻ നമ്മുടെ രക്തബന്ധമാണ്, കൊന്നുകളയരുത്, രക്തം ചൊരിയരുത്, ഇവനെ നമുക്ക് കരയ്ക്ക് കയറ്റി ഒരുവന് വിറ്റുകൊടുക്കുവാൻ ഇടവന്നു. 20 വെള്ളിക്കാശിന് 20 വെള്ളിപ്പണത്തിന് വിൽക്കുവാനിട വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അസൂയ നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ നിനക്ക് സമൃദ്ധി നഷ്ടപ്പെടും, നിൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടും, നിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തെ നഷ്ടപ്പെടും. നീ മറ്റുള്ളവരെ ശ്രേഷ്ഠരാണെന്ന് കാണുവാൻ സാധിക്കട്ടെ. ജോസഫിൻ്റെ ജീവിതം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജോസഫ് ഒരു ദേശത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായി, പ്രധാനമന്ത്രിയായി മാറി. മറുവശത്ത് അസൂയപ്പെട്ട തൻ്റെ സഹോദരന്മാരുടെ ജീവിതം നിങ്ങൾ മറക്കരുത്. അസൂയപ്പെട്ട തൻ്റെ സഹോദരന്മാർ മുഴുവനും ദാരിദ്ര്യത്തിലേക്ക് കടന്നുപോയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ ദാരിദ്ര്യ അനുഭവം കടന്നു വന്നപ്പോൾ ജോസഫിൻ്റെ കാൽക്കലിൽ അവർ നമസ്കരിക്കുവാനിട വന്നു. ആ നമസ്കരിക്കുന്ന ആ ഭാഗമാണ് ജോസഫ് സ്വപ്നത്തിൽ ഒരു ദർശനത്തിലൂടെ കണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ രക്തബന്ധങ്ങൾക്ക്, നമ്മുടെ കൂട്ടുജോലിക്കാർക്ക് ഒരു നന്മ കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നവനായി, അവൻ്റെ കഷ്ടതയിൽ നമ്മൾ കൂടിയിരിക്കുന്നവനായി, അവൻ്റെ സന്തോഷത്തിലും നമ്മൾ സന്തോഷിക്കുന്നവരായി മാറണം. നിൻ്റെ ജീവിതത്തിൽ അസൂയ കടന്നു വന്നാൽ, 1 നിൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകും, 2 നിനക്ക് ഉയരുവാൻ സാധിക്കത്തില്ല, 3 നിനക്ക് ആത്മീയ മണ്ഡലത്തിൽ വളരുവാൻ സാധിക്കത്തില്ല, 4 നീ അസൂയുള്ള വ്യക്തിയാണോ, ഒരിക്കലും നിനക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. നിൻ്റെ ജീവിതത്തിലുള്ള ഈ കുന്നുകളെ ഇടിച്ചു കളഞ്ഞുകൊണ്ട്, ഈ അസൂയ എന്ന ഈ ദുരാത്മാവിനെ അത് നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒന്ന് സമർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില സഹോദരിമാരോട്, ചില മാതാപിതാക്കളോട്, ചില സഹോദരന്മാരോട്, അനേകരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി സംസാരിക്കുകയാണ്. പ്രിയ മാതാവേ, പ്രിയ വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൽ അസൂയ എന്ന വ്യാപാരം, ദുരാത്മശക്തി ഉണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു സമൃദ്ധി നേടുവാൻ സാധ്യമല്ല. 2 നിനക്ക് ആരാധിക്കുവാൻ സാധിക്കത്തില്ല, നിനക്ക് ആത്മീയ മണ്ഡലത്തിൽ ഉയരുവാൻ സാധിക്കത്തില്ല. 3, 4 നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും നേടുവാൻ സാധിക്കത്തില്ല. 5-മത്തെ കാര്യം, നീ അസൂയ വെള്ള വ്യക്തിയാണോ, നിൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം പിന്തുടരുന്നതായി കാണുവാൻ സാധിക്കും. അതേ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ
ഉയരുവാൻ, നീ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുവാൻ, നീ ആത്മീയ മണ്ഡലത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുവാൻ, നീ നിത്യതയിൽ കാണുവാൻ നിന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപദേശം നൽകുകയാണ്. മറ്റുള്ളവനെ ശ്രേഷ്ഠനാണെന്ന് കാണുക. മറ്റുള്ളവരുടെ നന്മ അനുഭവിക്കുമ്പോൾ അവൻ്റെ കൂടെ സന്തോഷിക്കുവാനും അസൂയപ്പെടാതെ സ്തോത്രം പറയുവാനും സാധിക്കണം. അങ്ങനെ നീ പറയുന്ന വ്യക്തിയാണെങ്കിൽ നീ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവനായി മാറും. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിപ്പെടുവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തിൽ അവകാശമാക്കില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഇതൊരു വലിയ പാക്കേജാണ്. ദന്തവശം, ഭിന്നത, അസൂയ, മദ്യപാനം ചെയ്യുന്നവർ മാനസാന്തരപ്പെട്ട് തിരിയുവാൻ, മദ്യത്തെ ഉപേക്ഷിക്കുവാൻ, വൈൻ കഴിക്കുന്നവരാണെങ്കിൽ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ദന്തവശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്നീ വെളിവാക്കുന്ന ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വക വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തു യേശുവിലുള്ളവർ ജഡത്തെ അവൻ്റെ രാഗഭോഗങ്ങളെ ക്രൂശിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ മഹത്വം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നീ നിൻ്റെ കുന്നുകളെ ഇടിച്ചു കളയണം. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായും തീരണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഈ ഒരു 15 ദിവസമായി ഏകദേശം ഒരു 10-15ഓളം എപ്പിസോഡായി എടുക്കുവാനിട വന്നു. എല്ലാം കർത്താവിൻ്റെ കൃപയാണ്. 9 വിഷയങ്ങൾ, 9 പോയിൻ്റ് നമ്മൾ പഠിക്കുവാനിട വന്നു. ഒന്ന്, അതേ നിൻ്റെ വാക്കുകൾ ലാവണ്യമുള്ള വാക്കുകളായിരിക്കട്ടെ. ജീവൻ തകർന്നിരിക്കുന്നവർക്ക് സമാധാനം നൽകുന്ന വാക്കുകൾ, ലാവണ്യമുള്ള വാക്കുകൾ പുറപ്പെടട്ടെ. 2, നീ ദുശ്ചിന്തയോടെ ദുഷ്വിചാരങ്ങളോടെ ആരെ വിധിക്കാതെ അവരെന്നിൽ ശ്രേഷ്ഠരാണെന്ന് കരുതുവാൻ സാധിക്കട്ടെ. 3-ാമത്തെ വിഷയം, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ അവൻ മരണത്തിൽ വസിക്കുന്നു, അവൻ കുലപാതകനാണ്, അവൻ കള്ളനാണെന്ന് വേദപുസ്തകം വിളിച്ചു പറയുന്നു. അതേ 4-ാമത്തെ വിഷയം, അതേ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്ത് നൽകിക്കൊണ്ട് പിതാവായ ദൈവം അതേ ലോകത്തിൻ്റെ മുന്നിൽ സ്നേഹം പ്രദർശിപ്പിച്ചു. 5-ാമത്തെ കാര്യം, നമ്മൾ വാഗ്ദത്തത്തെ പറ്റി പഠിച്ചു. വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നീ ജീവിതത്തിൽ ഏതെല്ലാം വിഷയം ക്രമപ്പെടുത്തണമോ അത് 6-ാമത്തെ കാര്യം നമ്മൾ പഠിച്ചു. 7-ാമത്തേത്, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, 5-ാമത്തെ വിഷയം നമ്മൾ വാഗ്ദത്തത്തിനായി പഠിച്ചു. 6-ാമത്തെ വിഷയം നമ്മൾ പ്രാർത്ഥനാ വിഷയം പഠിച്ചു. അത് 7-ാമത്തെ വിഷയം നമ്മൾ വഴികളെ പറ്റി പഠിച്ചു. ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയും നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കാതെയും യഹോവയെ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ. 8-ാമത് നമ്മൾ കണ്ണിനെ പറ്റി പഠിച്ചു. അതേ മറ്റുള്ള സഹോദരിമാരെ നമ്മൾ നമ്മുടെ സഹോദരിയായി, മാതാവായി, അതേ മക്കളായി കാണുവാൻ സാധിക്കണം.
പാപത്തെപ്പറ്റി നമുക്ക് പഠിക്കുവാനിട വന്നു. 9 നമ്മൾ ഒരു വലിയ പാക്കേജായി പഠിക്കുവാനിട വന്നു. അതെ, ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, ഈ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. ഈ കേട്ട വചനങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ അതൊരു 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ ഇടവരുത്തണമേ. എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വചനത്തിനെതിരായി പൊങ്ങുന്നത് മാറട്ടെ. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. കുടുംബത്തിൻ്റെ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ. അതേ, ശൂന്യാവസ്ഥകൾ ഒരു സമൃദ്ധിയെ കൽപ്പിക്കുന്നു. അനേകർക്ക് കഷ്ടതകൾ, ഞെരുക്കങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ഒരു സമൃദ്ധിയെ കൽപ്പിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അത്ഭുതകരം ഓരോ ഭവനത്തിൻ്റെ മേൽ പ്രവർത്തിച്ച് ഈ കേൾക്കുന്ന വചനം ഓരോരുത്തരും ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ സമർപ്പിച്ച് അത് ഓരോരുത്തരും ഏറ്റെടുക്കുവാനും അവരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാനിട വരണമേ. കർത്താവേ, കഷ്ടതയോടും പ്രയാസത്തോടും ഇരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കുന്നു. നല്ല നിരാശയിലിരിക്കുന്ന കുടുംബങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. അവരെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ആത്മീയ ഭൗതിക നമ്മകളാൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ഈ വചനമുഖാന്തരം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.